ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണല്ലോ. നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലോർത്തേ. ഇനി പ്രാർത്ഥിക്കാം കേട്ടോ. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ കുഞ്ഞുമക്കളായ ഞങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ കൃപയുണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഇനി എല്ലാവരും അവിടെ ഇരിക്കുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ പാഠത്തിൽ നിങ്ങൾ എന്താ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ എല്ലാവരും? എന്താ പഠിച്ചത്? ആ പാഠത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എന്താണ് പാഠത്തിൻ്റെ പേര്? ഈശോയും കുഞ്ഞുങ്ങളും. എന്താണ്? ഈശോയും കുഞ്ഞുങ്ങളും അല്ലേ? അതിൻ്റെ അകത്ത് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? കുഞ്ഞുങ്ങൾ ആരാന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആരാണ്? ആരാണ് ആ കുഞ്ഞുങ്ങൾ? കുടുംബത്തെ പ്രകാശമാനമാക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ. എന്താണ്? ഞാനൊന്നുകൂടെ പറഞ്ഞേ. കുടുംബത്തെ പ്രകാശമാനമാക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ. കേട്ടോ? അതെല്ലാവർക്കും മനസ്സിലായല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് 8ാമത്തെ പാഠമാണ്. എത്രാമത്തെ പാഠമാണ്? 8ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേരറിയണ്ടേ? ഈശോയുടെ അത്ഭുതം. എന്താണ്? ഈശോയുടെ അത്ഭുതം. ആരുടെ അത്ഭുതമാണ്? ഈശോയുടെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോയെക്കുറിച്ച് പഠിച്ചു. ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ആ ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാം. കേട്ടോ? റെഡിയാണോ എല്ലാവരും? ഓക്കെ, റെഡിയാണല്ലേ? എല്ലാവരും റെഡിയാണ് പഠിക്കാൻ. എന്നാൽ ടീച്ചർ പറയാണ്, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയണ്ടേ? ദൈവം തന്നെ മനുഷ്യനായി പിറന്നു. കേട്ടോ? എന്താണ് ഏറ്റവും വലിയ അത്ഭുതം? ദൈവം തന്നെ മനുഷ്യനായി പിറന്നു. അതാരാണ്? മനുഷ്യനായി പിറന്ന ദൈവം ആരാണ്? ഈശോ. ആരാണ്? ഈശോ. അപ്പോൾ ഇനി ഏറ്റവും വലിയ അത്ഭുതം ചോദിച്ചാൽ നാം എന്താ പറയേണ്ടത്? എന്താണ് നമ്മൾ പറയേണ്ടത്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. കേട്ടോ? ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇനി നമ്മൾ 1ാമത്തെ പാഠത്തിൽ ഒരു പാട്ട് പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഓർക്കുന്നുണ്ടോ? എന്താണ് ആ പാട്ട്? ആകാശപ്പന്തലു തീർത്തതാര്, സ്നേഹപിതാവായ ദൈവമല്ലോ. ഓർക്കുന്നുണ്ടോ? ആകാശപ്പന്തലു തീർത്തതാര്, സ്നേഹപിതാവായ ദൈവമല്ലോ. ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സമുദ്രമുണ്ട്, എന്തെല്ലാം ജീവജാലങ്ങളുണ്ടല്ലേ? ഈ ലോകം തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ്. എന്താണ്? ഈ ലോകവും ലോകത്തിലുള്ള സമസ്തവും ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. നമുക്കൊന്ന് ഓർത്താലോ? ആകാശത്ത് എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്? ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, എന്തെല്ലാം സാധനങ്ങളാണ് ആകാശത്തല്ലേ? ആകാശഗോളങ്ങൾ ആകാശത്ത് ധാരാളം അല്ലേ? അതിൽ ഒരുപാട് നക്ഷത്രങ്ങൾ. എന്ത് ഭംഗിയ നക്ഷത്രങ്ങളെ കാണാൻ! നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് എണ്ണാൻ സാധിച്ചിട്ടുണ്ടോ? എണ്ണാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലേ? എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. സൂര്യനെ പോലെയാണോ ചന്ദ്രൻ? അല്ല. അതുപോലെയാണോ നക്ഷത്രങ്ങൾ? അല്ല അല്ലേ? എല്ലാം വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. ഇനി നമുക്ക് ഭൂമിയിലേക്കൊന്ന് നോക്കിയാലോ? ഈ പ്രപഞ്ചത്തിൽ നാം എന്തെല്ലാം കാണുന്നു? മരങ്ങൾ, പക്ഷികൾ, പൂക്കൾ, ജലജീവികൾ, കരജീവികൾ, എന്തെല്ലാം മൃഗങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചല്ലേ? അങ്ങനെയല്ലേ സൃഷ്ടിച്ചേ? നോക്കണം. നമുക്ക് നോക്കിക്കേ, കുഞ്ഞു പൂവ് നോക്കിക്കേ. ഒരു കുഞ്ഞു പൂ മുതൽ വലിയ പൂ വരെ ദൈവം സൃഷ്ടിച്ചു. അതെല്ലാം ഒരുപോലെയാണോ? ഒരേ ആകൃതിയാണോ അതിനുള്ളത്? അല്ല. ഒരേ മണമാണോ? അല്ല. ഒരേ നിറമാണോ? അല്ല. ദൈവം എത്ര ഭംഗിയിലാണ് അല്ലേ ഒരു കുഞ്ഞു പൂവിനെ മുതൽ വലിയ പൂവിനെ വരെ സൃഷ്ടിച്ചത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത്
ഇനി നമുക്ക് മരങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാത്തരം വൃക്ഷങ്ങളും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. ചെറിയ മരം മുതൽ വലിയ മരം വരെ സൃഷ്ടിച്ചു. ആ മരങ്ങളിൽ ചിലതിലൊക്കെ ധാരാളം ഫലങ്ങൾ, പഴങ്ങൾ. അതെന്തിനാ സൃഷ്ടിച്ചേക്കുന്നേ? തൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് ആ മനുഷ്യരുള്ള സ്നേഹം നിമിത്തം ദൈവം സൃഷ്ടിച്ചതാണ് ഈ കാണാവുന്ന പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണതെല്ലാം. ഇനി നമുക്ക് ജീവികളെക്കുറിച്ച് നോക്കിയാലോ. ഈ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പൂമ്പാറ്റ ആദ്യം ആരായിരുന്നു അറിയുമോ? ഒരു ചെറിയ പുഴുവായിരുന്നു. ആ പുഴുവ് ദൈവം എത്ര മനോഹരമായ പൂമ്പാറ്റയായ പുഴുവിനെ ദൈവം മാറ്റി അല്ലേ? ദൈവത്തിൻ്റെ കരവിരുത് എത്ര ഭംഗിയാണ്. അതേപോലെ തന്നെ നാം വെള്ളത്തിലോട്ട് നോക്കിക്കേ. ജലത്തിൽ ധാരാളം ജീവികൾ, ചെറിയ മീൻ മുതൽ വലിയ തിമിംഗലം വരെ ജലത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? അതിനെല്ലാം ഭക്ഷണം ആരാ കൊടുക്കുന്നേ? ദൈവം. ആരാ കൊടുക്കുന്നേ? ദൈവം. പറന്നു പോകുന്ന ആ കുഞ്ഞു കാക്കയ്ക്ക് മുതൽ വലിയ പക്ഷികൾക്ക് വരെ ദൈവം ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം അവ കൊടുക്കുമ്പോൾ നാം ആരും അതിനെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ടോ? ഇല്ല. എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? ദൈവമാണല്ലേ? ദൈവം തന്നെയാണ് എല്ലാവരെയും പോറ്റുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, നമുക്ക് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരം സസ്യങ്ങളുണ്ട്. ആ സസ്യങ്ങളിലെല്ലാം ടീച്ചർ പഠിപ്പിച്ചു ഫലങ്ങളുണ്ടെന്നല്ലേ? അതുപോലെ തന്നെ നാം ആഹാരം കഴിക്കുന്നില്ലേ? നമ്മൾ എന്താ രാവിലെയൊക്കെ കഴിക്കുന്നേ? നമ്മൾ കഴിക്കുന്ന ആ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം വയലിൽ ധാരാളം ധാന്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാ? ദൈവം. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് അല്ലേ? നിങ്ങൾ അതിനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? അതൊക്കെ നോക്കി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? ദൈവം ഇതെങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേ? ഇനി ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം എത്രമാത്രം സ്നേഹമുള്ള ദൈവമാണ് നമ്മുടേത്. നമ്മൾ എന്തുമാത്രം നന്ദി ദൈവത്തോട് പറയണം അല്ലേ? അങ്ങനെയല്ലേ? ഇനി അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത്, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം അവസാനം ആരെയാ സൃഷ്ടിച്ചേ? മനുഷ്യനെ സൃഷ്ടിച്ചു. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തിയതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സങ്കീർത്തകൻ 8-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ? മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. എന്താണ്? മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. കേട്ടോ? ഇതാണ് 8-ാം സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത്. മറക്കോ ഇനി ആ സങ്കീർത്തനം? ഇനി ദൈവം എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ദൈവം തൻ്റെ മനുഷ്യ മക്കളോടുള്ള സ്നേഹം കൊണ്ട് സൃഷ്ടിച്ചതാണ്. നമ്മോടുള്ള ആഴമായ സ്നേഹം കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും. കുട്ടികളെല്ലാവരും ഇനി നിങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കേ. നക്ഷത്രങ്ങളെ കാണുന്നു. ഭൂമിയിൽ എന്തെല്ലാം കാണുന്നുണ്ട്? പക്ഷികൾ, മൃഗങ്ങൾ, പൂക്കൾ എല്ലാം കാണുന്നുണ്ട് അല്ലേ? ധാരാളം ഫലങ്ങളും വൃക്ഷങ്ങളും എല്ലാം നമുക്ക് ദൈവം സൃഷ്ടിച്ചു. ഇനി ഓരോ സൃഷ്ടിയെയും നാം കാണുമ്പോൾ നാം ആരെ ഓർക്കണം? ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നാം ഓർക്കണം. മനസ്സിലായോ? നമുക്ക് ഇതിനെല്ലാം സൃഷ്ടിച്ചത് ആരാണെന്ന് നാം ഓർക്കണം. ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. എല്ലാറ്റിൻ്റെ ഉടയവൻ ദൈവമാണ്. ഈ ലോകത്തിൽ കാണുന്ന സകലതിൻ്റെയും ഉടയവനായ ദൈവത്തെ നാം സ്തുതിക്കണം. ഇനി ടീച്ചർ, നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പക്ഷികളുടെ പേര് നിങ്ങൾക്കറിയാം? കാക്കയെ അറിയാം. പിന്നെയോ തത്തയെ അറിയാം. പിന്നെന്തറിയാം? ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു പക്ഷി അറിയുമോ? അതിൻ്റെ പേരാണ് മയിൽ അല്ലേ? മയിലിന് അതിൻ്റെ പീലിക്കൊക്കെ എത്ര ഭംഗിയാ. അത് ആകാശത്ത് മഴക്കാറ് കാണുമ്പോൾ എന്തു ചെയ്യും? പീലി വിടർത്തി ആടും അല്ലേ? അങ്ങനെയല്ലേ കണ്ടേക്കുന്നേ? നമുക്ക് തരുന്ന എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന്, നമ്മോടുള്ള സ്നേഹമാണെന്ന് നാം മനസ്സിലാക്കുമോ എല്ലാവരും? ഇനി ഓരോന്നിനെ കാണുമ്പോൾ നാം ആരെ ഓർക്കും? ദൈവത്തെ ഓർക്കണം. അതിനാ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. നമ്മോടുള്ള സ്നേഹമാണെന്ന് ടീച്ചർ പറഞ്ഞില്ലേ? നമ്മോടുള്ള വലിയ സ്നേഹം കൊണ്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. ടീച്ചർ അപ്പോൾ ഇനി ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാൻ പോവാ കേട്ടോ. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന
എല്ലാത്തിൻ്റെയും പേര് നിങ്ങളുടെ 2 കുഞ്ഞു കണ്ണില്ലേ, ആ കുഞ്ഞു കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്ന എല്ലാത്തിൻ്റെയും പേര് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കണം. എഴുതി വയ്ക്കുമോ? നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികൾ, പൂക്കൾ, മൃഗങ്ങൾ, ഇനി നമുക്ക് തരുന്ന ആഹാരം, ഇതൊക്കെ ആര് തരുന്നതാണ് ടീച്ചർ പഠിപ്പിച്ചു? ദൈവം തരുന്നതാണ് അല്ലേ? ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കണം. എന്നിട്ട് അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇതെല്ലാം കാണുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, അങ്ങ് തന്ന എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ. നല്ല കുഞ്ഞുങ്ങൾ അങ്ങനെയാ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളാണോന്നല്ലേ പഠിച്ചേ. അപ്പോൾ ആ നല്ല കുഞ്ഞുങ്ങൾ ഈശോ തരുന്ന എല്ലാത്തിനും നന്ദി പറയണം. ദൈവം തന്ന സകലതിനും നന്ദി പറയണം. പറയുമല്ലോ? പറയണം കേട്ടോ. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവിലും അങ്ങയെ ദർശിക്കുവാൻ, അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.